അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന വഴിയാണ്, വീട്ടിലേക്ക് പോകാണ്. അപ്പോൾ ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം. ജസ്റ്റ് ലൈക്ക് ഒന്നുമില്ലാത്ത തോട്, അങ്ങനെ വാടി കുറേ വീട്, പിന്നെ അവിടെ പച്ചക്കറി മാർക്കറ്റാണുള്ളത്. റോട്ടിൽ കൂടി ഇങ്ങനെ നടന്നു നല്ല സുഖമുണ്ട്. അപ്പോൾ ഇതാണ് അംഗനവാടി. അംഗനവാടിൻ്റെ അപ്പുറത്ത് എന്തോ ഓഫീസൊക്കെ ഉണ്ട്. അതെന്താണെന്ന് ഇപ്പോഴും ചോദിക്കാറ്. എന്തിൻ്റെ ഒരു ഓഫീസുണ്ട്, പക്ഷേ ഇപ്പം അത് നായ്ക്കളുടെ ഓഫീസാണ്. എപ്പോൾ നോക്കിയാലും നായ്ക്കളുണ്ടാവും ഇവിടെ. ഇപ്പം ഉണ്ടാവില്ല, ഇപ്പം എല്ലാം ഡ്യൂട്ടിക്ക് ഇറങ്ങിയിട്ടുണ്ടാവും നായ്ക്കൾ. അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റിൻ്റെ ഇട കയറിയിരിക്കുക, തിന്നാനുള്ളത് എടുക്കുക, ഏതാ വീട്ടിൽ ബിരിയാണി വെച്ചിട്ടുണ്ടോ അതൊക്കെ ആയിരിക്കും ഇവര്. കണ്ടോ പൈസ കണ്ടോ, ഒരു നായച്ചാര അവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കാണൂല. പക്ഷെ ഇവിടെ കണ്ടോ ഓഫീസിൽ കുക്കറൊക്കെ ഉണ്ട്. കുക്കർ ഓഫീസിനകത്ത് വെക്കുന്ന കുക്കറൊക്കെ ഉണ്ട്. ഇതാണ് കിച്ചുവിൻ്റെ വീട്. കിച്ചുവിൻ്റെ വീട്. കിച്ചുവിൻ്റെ ഞാൻ എൻ്റെ അടുത്ത ബ്ലോഗിൽ കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾക്ക് ആരവിനറിയോ? ഞാൻ അവൻ്റെ യൂട്യൂബ് ചാനലിലെ പേര് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയിക്കാം. ഇതാ അമ്മമ്മതാ കിച്ചുവിൻ്റെ വീട്ടിലേക്ക് പോകുക. അയ്യോ, അതാ ആ ബ്ലൂ ഷീറ്റ് ഇട്ട വീടുണ്ടോ, അതോ അവിടെ ഒരു ബ്ലൂ ഷീറ്റ് ഇട്ട വീട്. ഇതാണ് എൻ്റെ വീട്. പക്ഷേ ഇതിലെ കൂടി പോയാൽ എത്ര വേഗം എത്തുമെന്നറിയോ? ഈ ഗേറ്റ് കൂടി പോയിട്ട് അങ്ങോട്ട് കയറി ചെന്നാൽ നേരെ എൻ്റെ വീടെത്തി. ഇതവിടെ പോവുക. കിച്ചു ഇവിടെ ഇല്ല. അമ്മമ്മ അതാ എന്തോ എടുക്കുന്നു. അമ്മമ്മ എന്തോ എടുത്തോട്ടെ. നമുക്ക് ഈ വഴി പരിചയപ്പെടണം. ആണോ? ഇത് കൂടി നേരെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ മമ്മീൻ്റെ വീടാണ്. മമ്മീൻ്റെ വീട്ടിൽ നിന്ന് നേരെ അങ്ങോട്ട് പോയി ശാരദമ്മേൻ്റെ വീട്. ശാരദമ്മേൻ്റെ വീട്ടിൽ നിന്ന് നേരെ ചെന്നാൽ നമ്മൾ വീട്. പക്ഷേ ഇതിനെക്കാട്ടി നല്ലൊരു വഴി ഞാൻ പറയട്ടെ. നേരെ പോവാ, ഇടവഴി ഉണ്ടാവും, ഇടവഴി കയറി എൻ്റെ വീടെത്തി. ഓരോട് ചോദിച്ചിട്ടാണോ വാങ്ങി? ഇതാണ് ഗൈസ് ദുർഗാൻ്റീൻ്റെ വീട്. ദുർഗാൻ്റീൻ്റെ വീട്ടിൽ 2 നാടൻ പട്ടികളുണ്ട്. എൻ്റെ പൊന്നു അപാരം തന്നെ കണ്ട. പക്ഷേ ജർമ്മൻ ഷെപ്പേർഡിനെ പോലെ കേട്ടോ ഒരു നാടൻ പട്ടി. വണ്ടിയൊക്കെ പോകുന്നുണ്ടോ, പറപ്പിച്ചിട്ട് പുകയൊക്കെ വരുന്ന സൈലൻസറിൽ കൂടി. അവിടെ പോയി ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് സാധനം. എന്റെ അലമാറയിലാ വെച്ച്. ഇല്ല, അത് അച്ഛൻ താക്കോൽ എനിക്ക് തരാൻ പറഞ്ഞിട്ട് അച്ഛൻ തരുന്നില്ല. This is my home, guys. Welcome back to my home. അമ്മ പോയിട്ടില്ല. അപ്പോൾ ഗൈസ് ലെറ്റ്സ് റിമൂവ് ചെരുപ്പ്. ബാഗൊക്കെ എടുത്തതാണ്, ബ്ലോഗൊക്കെ ചെയ്യണ്ടേ. ജീപ്പിൻ്റെ ബാഗ് കണ്ടോ ഗൈസ്, വീടിൻ്റെ ഒരു ഭീകരാന്തരീക്ഷം. അതാരുമില്ലേ? അതാ അമ്മ അതാ വരുന്നുണ്ട്. അല്ല അമ്മേനൊന്ന് മോൻ കാണിക്ക്. ഓ സോറി, ഇതൊക്കെ ഇട്ടിട്ടാണ് കണ്ടോ ഗൈസ്. അമ്മക്ക് ഫാൻസി കമ്മലിട്ടു. ഇത് അമ്മേൻ്റെ അലമാറ, നിൻ്റെ അലമാറ കാണിച്ചത്.
ഞാൻ അവിടെയാണ് കിടക്കുന്നത്. ശരിക്കും എൻ്റെ അലമാരൊക്കെ അവിടെ. ഇതാണ് ഗൈസ് എൻ്റെ ബ്ലോഗിങ് ബാഗ്. പക്ഷെ ഞാൻ ഇപ്പോൾ അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ ഇതാണ് എടുക്കുക ബ്ലോഗ് ചെയ്യാൻ. പക്ഷെ ശരിക്കും എൻ്റെ ബ്ലോഗിങ് ബാഗ് ഇതാണ്. അയ്യോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ശരൺ ഡൈനോ ശരൺ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വിഷ്ണു ക്ഷേത്രത്തിലോ ഇവിടെ എവിടെയോ കാണാം. ടാറ്റ, ഗുഡ് ബൈ. I'm just kidding you. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത വ്ളോഗ് വിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് കാണാം. അപ്പോൾ താങ്ക് യു ഫോർ ഓൾ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ളവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.